ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 21 വരെയുള്ള വേദഭാഗമാണ്. മത്തായി 12-ന്റെ 17 മുതൽ 21 വരെ. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ പ്രിയൻ. ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വയ്ക്കും. അവൻ ജാതികൾക്ക് ന്യായവിധി അറിയിക്കും. അവൻ കലഹിക്കയില്ല, നിലവിളിക്കയില്ല, ആരും തെരുക്കളിൽ അവൻ്റെ ശബ്ദം കേൾക്കുകയുമില്ല. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളകയില്ല, പുകയുന്ന തിരി കെടുത്തു കളകയില്ല. അവൻ ന്യായവിധി ജയത്തോളം നടത്തും. അവൻ്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം ഏറെക്കുറെ വിടുവിക്കുന്ന യഹോവയുടെ ദാസൻ്റെ അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന ദാസൻ്റെ ഒരു ചിത്രവും അതിനോട് ചേർന്ന് ദൈവത്തിൻ്റെ ദിവസം അല്ലെങ്കിൽ യഹോവയുടെ ദിവസം, ഡേ ഓഫ് ദ ലോർഡ്, അതിനെക്കുറിച്ചുള്ള പഴയ നിയമ കാഴ്ചപ്പാടും ഒക്കെ ഈ സംഭവങ്ങളിലും വാക്യങ്ങളിലും ഒക്കെ ഉണ്ട്. അതായത് ശബത്തിനെ ലംഘിക്കുന്ന മനുഷ്യപുത്രൻ്റെ പ്രവർത്തനങ്ങളെ യഹൂദ മത നേതാക്കന്മാർ നിശ്ചിതമായി വിമർശിക്കുന്ന കാഴ്ചപ്പാടുകളും സംഭവങ്ങളും നമ്മൾ കാണും. അപ്പോൾ യഹോവയുടെ ദിവസത്തിൻ്റെ പ്രത്യേകതകളാണ് ഇതിൻ്റെയൊക്കെ അടയാളങ്ങൾ. നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ കാഴ്ചപ്പാടിനും നമ്മുടെ പ്രാമാണികമായ ചിന്തകൾക്കും അതീതമായി ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ചരിത്രത്തിലുണ്ടാകും എന്നതാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 42-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള ഭാഗത്തിൻ്റെ നിറവേറലായി ഈ വേദഭാഗം നമ്മൾ വായിച്ചു. അതായത് സഭായുഗത്തിൻ്റെ ഇടക്കാലത്തെക്കുറിച്ച് പറയാതെ കർത്താവിൻ്റെ 2 വരവുകളെയും കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ അവനെ തള്ളി, അതിനാൽ അവൻ ജാതികളുടെ അടുക്കിലേക്ക് തിരിഞ്ഞു. ജാതികളുടെ അംഗീകാരത്തെക്കുറിച്ചുള്ള പ്രസ്താവന ഇവിടെ ശ്രദ്ധേയമാണ്. തള്ളപ്പെട്ട ഈ രാജാവ് ജാതികൾക്ക് ന്യായവിധി നടത്തുകയും ജാതികൾ അവൻ്റെ നാമത്തിൽ പ്രത്യാശിക്കുകയും ചെയ്യും. അതായത് അവരുടെ ആശ്രയം അവനിലാകും. പാപത്തിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയെ അവൻ ജാതികൾക്ക് കാണിച്ചു കൊടുക്കും. അതിൻ്റെ ഏറ്റവും വലിയ പ്രദർശനമാണ് ക്രൂശിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മനുഷ്യന് ദൈവത്തിനെതിരെയുള്ള പകയ്ക്ക് പകരം ദൈവത്തിൻ്റെ പരമസ്നേഹിതൻ്റെ നിദർശനം അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ നിദർശനം ക്രൂശിൽ വെളിപ്പെടുന്നു. ഇതിനേക്കാളൊക്കെ ഉപരിയായി യേശു ജാതികളുടെ വിശ്വാസ വിഷയമായി തീർന്നു. അപ്പോസ്തല പ്രവൃത്തികളിലും അതുപോലെ ലേഖനങ്ങളിലുമൊക്കെ നമുക്കത് വായിക്കാം. യേശു ലോകത്തിലായിരുന്നപ്പോൾ ആരവാരവും കോലാഹലവും ഒക്കെ വെറുത്തിരുന്നു എന്നും നമുക്കറിയാം. അതുകൊണ്ട് ചതഞ്ഞ ഓട ഒടിക്കാത്ത ഒരു ദൈവം, പുകയുന്ന തിരി കെടുത്തു കളയാത്ത ദൈവം. ഈ വാചകം സാധുക്കളെ സഹായിക്കുന്നവരെന്ന അവകാശപ്പെടുകയും അപ്പോൾ തന്നെ അത് ചെയ്യാതിരിക്കുകയും അതുമാത്രമല്ല തങ്ങളെ ചാരുന്നവരെ മുറിവേൽപ്പിക്കുകയും ചെയ്യുന്ന പരീശന്മാരെ ഉദ്ദേശിച്ചാണ് രേഖപ്പെടുത്തുന്നത്. അവരുടെ നേർക്ക് തൊടുത്തു വിടുന്ന ഒരു അസ്ത്രമാണ് യെശയ്യാ പ്രവാചകൻ്റെ ഈ പ്രവചന സൂക്തങ്ങൾ ഉദ്ധരിക്കപ്പെടുന്നത്. കർത്താവിനോടുള്ള അവരുടെ കത്തി എരിയുന്ന പക പുകയുന്ന തിരി പോലെ ഇപ്പോൾ അല്പം കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ അല്പം കഴിയുമ്പോൾ അത് കത്തി എരിയുന്നതാണ്. സത്യമായ ഒരു ന്യായവിധി ലോകത്തിൽ നടക്കുന്നത് വരെ യേശു ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നു. ഇത് ക്രിസ്തു ലോകഭരണത്തിനായി വീണ്ടും വരുമ്പോൾ നിശ്ചയമായും നടത്തപ്പെടുകയും ചെയ്യും. ഇതൊരു യുഗാന്ത്യ പ്രത്യാശയുടെ നിഴലും ഒക്കെ ഈ വേദഭാഗത്ത് മത്തായി അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സാധുക്കളോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തിൻ്റെ ഒരു സമീപനം ചതഞ്ഞതും
ഒടിഞ്ഞതും ഒന്നും ഉപേക്ഷിക്കാത്ത കർത്താവ്. യഹൂദൻ്റെ ന്യായപ്രമാണ പ്രകാരം ഊനമുള്ളതൊന്നും ദേവാലയത്തിനുള്ളിൽ പ്രവേശിക്കാൻ അർഹതയുണ്ടായിരുന്നില്ല. എന്നാൽ കർത്താവിലൂടെ വെളിപ്പെട്ട, യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ദൈവസ്നേഹം അങ്ങനെയുള്ളവരെ ചേർത്ത് നിർത്തുന്നതാണ്, ഉൾക്കൊള്ളുന്നതാണ്. നമ്മളൊക്കെ ഈ ഒരു വിശ്വാസത്തിലേക്ക് വന്നതും കർത്താവിൻ്റെ രക്ഷാപദ്ധതിയുടെ ഭാഗമായി തീർന്നതും ഈ ഒരു ദിവ്യമായ സ്നേഹം നമ്മിലേക്ക് പ്രവഹിച്ചതുകൊണ്ടാണ്. ധാരാളം ആളുകൾ പൂർവികരായിട്ടുള്ളവർ അതിനെ ത്യാഗം ചെയ്തവരാണ്, പ്രാണത്യാഗം ചെയ്തവരാണ്. അങ്ങനെയുള്ളവരുടെയൊക്കെ സ്മരണകൾക്ക് മുൻപിൽ നമ്മൾ കൂടുതൽ വിനയവുമുള്ളവരായിരിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മളെ ചേർത്ത് നിർത്തുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, മനോഹരമായ പുതിയ പ്രഭാതം ദാനമായി നൽകിയല്ലോ. നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ദൈവം ഒപ്പമുണ്ട് എന്നുള്ള ഉറപ്പായ വിശ്വാസത്തോടും ധൈര്യത്തോടും ഒക്കെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ചതഞ്ഞ ഓട ഒടിക്കാത്ത ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ ഞങ്ങളോട് കൂടെയുള്ളത് കൊണ്ടും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അണഞ്ഞുപോയ കനലുകളെ വീണ്ടും ഊതി അതിനെ എരിക്കുകയും ജ്വാല നൽകുകയും ചെയ്ത ദൈവസ്നേഹത്തിനായി സ്തോത്രം. ഇത് പങ്കുവയ്പ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശു മശിഹായുടെ നാമത്തിൽ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും സാന്നിധ്യവും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.